എത്രയും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പി കെ അബൂബക്കർ സാഹിബ്, സെക്രട്ടറി എം ഷബീർ സാഹിബ്, ബാക്കി മുമ്പിലിരിക്കുന്ന ഫ്രൈഡേ ക്ലബിൻ്റെ മെമ്പർമാർ, പ്രവർത്തകർ, എൻ്റെ വാപ്പാടെ സുഹൃത്തുക്കൾ, നമുക്ക് ടൈം 45 minutes എന്ന രീതിയിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. 8 മണി വരെ. അപ്പോൾ കൃത്യം 50 minute നമുക്കുള്ളത്. ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ശരി, ടോപ്പിക്ക് ഇഷ്ടപ്പെട്ടോ? ടോപ്പിക്ക് ഇഷ്ടപ്പെട്ടോ? കേൾക്കാത്ത ടോപ്പിക്കൊന്നുമല്ലല്ലോ, താങ്ങാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ആദ്യമായി കേൾക്കുന്നതാണോ ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക്? അല്ലല്ലോ, മുമ്പ് കേട്ടിട്ടില്ലേ? വാർദ്ധക്യത്തെ പറ്റി സംസാരിക്കുന്നത് ഇതേവരെ കേട്ടിട്ടില്ല. എന്താണ് വാർദ്ധക്യം? പക്ഷേ ഈ ടോപ്പിക്കൊരു വ്യത്യാസമുണ്ട്. വരവേൽക്കാം വാർദ്ധക്യത്തെ ആരോഗ്യത്തോടെ എന്നല്ലേ ടോപ്പിക്ക്. വരവേൽക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷത്തോടെ നമ്മൾ വരവേൽക്കുന്നത്. എന്ത് കാര്യത്തെയും നമ്മൾ സന്തോഷത്തോടെയാണ് എന്ത് ചെയ്യുന്നത്? വരവേൽക്കുന്നത്. ഓഫ്കോഴ്സ്. അപ്പം ആ ടോപ്പിക്കിൽ തന്നെ എന്തുണ്ട്? ഇന്നത്തെ മുഴുവൻ സംസാരത്തിൻ്റെയും അടിത്തറ അവിടെ എഴുതിയിട്ടുണ്ട്. സലീം സാർ എന്നെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അത് ഹാപ്പി ആയിട്ടിരിക്കുക. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹാപ്പിനെസ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നമ്മളീ പറയാൻ പോകുന്നത് ഞാൻ മുഴുവൻ അടിത്തറ 1400 വർഷം മുമ്പ് ഇറങ്ങിയ നമ്മുടെ ഖുർആൻ തന്നെയാണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും അടിത്തറ. നമ്മൾക്കിത് പറഞ്ഞിരുന്നു, ദേഷ്യം വരുമ്പോൾ വുളു എടുക്കാനും അതിനുശേഷം നിൽക്കുവാണെങ്കിൽ ഇരിക്കുവാനും ഇരിക്കുവാണെങ്കിൽ കിടക്കുവാനും ഉൾപ്പെടെ പറഞ്ഞത് ഖുർആനിൽ നിന്നാണ്. അത് തന്നെയാണ് നമ്മുടെ ഇതിനുള്ള ബേസ്. അതാണ് ടോപ്പിക്കിൽ ചെറിയൊരു മാറ്റം ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും എന്തായത്? മാറ്റം വന്നത്. ഉൾക്കാഴ്ചകളും നുറുങ്ങുകളും നിങ്ങൾക്കറിയാത്ത ഒരു കാര്യവും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യുമെന്ന് പറയൂലേ, അതുപോലെ കണ്ടാൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും ഒരു വട്ടം കൂടി എന്ത് ചെയ്യുന്നു? നമ്മൾ പറയുന്നു. നമ്മൾ ആരെങ്കിലും അംഗീകരിക്കുമോ നമുക്ക് പ്രായമായി എന്ന്? വാർദ്ധക്യത്തിലേക്ക് ഞാൻ കാല് വെച്ചു എന്ന് സമ്മതിക്കില്ലല്ലോ. സമ്മതിക്കരുത്. കുഴിയിലേക്ക് നമ്മളെ വെക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ സമ്മതിക്കരുത്. ഇത് നമുക്ക് പ്രായമായി എന്നുള്ള കാര്യം. പക്ഷേ ചികിത്സാ രീതികൾ മാറി. പണ്ട് നമുക്കൊരു ആൻജിയോപ്ലാസ്റ്റിയോ ഒരു ഹാർട്ടിൻ്റെ ഓപ്പറേഷനോ ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെ പോകണമായിരുന്നു? തിരുവനന്തപുരം പോകണം. ഇല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ളവരുണ്ട്, ചെന്നൈയിലും മദ്രാസിലൊക്കെ ഓപ്പറേറ്റ് ചെയ്തവരുണ്ട്. അതിൽ നിന്നെല്ലാം മാറി. പ്രത്യേകിച്ച് കൊച്ചിയെ സംബന്ധിച്ച് എല്ലാ ചികിത്സാ രീതികളും, റോബോട്ടിക് സർജറീസ് ആയിക്കോട്ടെ, നൂതനമായ കണ്ടുപിടിക്കാനുള്ള വഴികളായിക്കോട്ടെ, എല്ലാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്താണ്? സുലഭമാണ്. 1-2 അല്ല, സുലഭമാണ്. സുലഭം എന്നുള്ള വാക്ക് ഞാൻ തിരിച്ചെടുക്കും കുറച്ച് കഴിയുമ്പോൾ. കാരണം നമ്മുടെ പോപ്പുലേഷൻ എത്രയാണ്? എറണാകുളം ജില്ലയുടെ പോപ്പുലേഷൻ, രജിസ്റ്റേർഡ് പോപ്പുലേഷൻ 35 ലക്ഷമാണ്. പക്ഷെ നമ്മൾ 70 ലക്ഷം ആൾക്കാർ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? താമസിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ 35ഓളം ഹോസ്പിറ്റൽസാണ് എറണാകുളം ജില്ലയിലുള്ളത്. ഇതെല്ലാം കൂടി കൂട്ടിയാൽ 14,000 ബെഡ് എന്ത് ചെയ്യുന്നുള്ളൂ? വരുന്നുള്ളൂ. ഇത്രയൊക്കെയാണല്ലോ. പക്ഷെ 10 ഹോസ്പിറ്റലേ എന്തുള്ളൂ? പൂർണ്ണമായ ICU സൗകര്യങ്ങളുള്ളൂ. നമസ്കാരം, ഞാൻ ഡോക്ടർ അൻവർ. ഞാൻ അനസ്തീഷ്യ ഡോക്ടറാണ്. മെയിൻലി ഇക്ക പറഞ്ഞ പോലെ ICUകളാണ് നടത്തുന്നത്. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്ത് കോവിഡിൽ നിന്നാണ് കേട്ടോ. കോവിഡ് സമയത്താണ് മനസ്സിലായത് നാട്ടിൽ എന്തില്ലാന്ന്. ബെഡ് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ കിടന്നാൽ നോക്കാൻ ആളില്ല, നോക്കാനുള്ള സൗകര്യങ്ങൾ ഹോസ്പിറ്റലില്ല. ഇപ്പോൾ എറണാകുളം ജില്ലയിലെ 6ഓളം ഹോസ്പിറ്റൽസിൽ ഞങ്ങൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സർവീസ് ഉദ്ദേശിക്കുന്നത്, ഒരു അസുഖം വന്നു, എത്ര മണിക്കൂർ ചികിത്സിക്കണം?
അറ്റാക്ക് വന്നു, എത്ര മണിക്കൂർ ചികിത്സിക്കണം? ഉത്തരം നമുക്കൊന്ന് ഇന്ററാക്റ്റീവ് ആയാൽ പറഞ്ഞോളൂ. ഒരു അറ്റാക്ക് വന്നു, എത്ര മണിക്കൂറിനുള്ളിൽ ചികിത്സിച്ചാൽ പൂർണ്ണമായി ഭേദമാകും? 3. ശരി. സ്ട്രോക്ക് വന്നാൽ 4 മണിക്കൂർ. ഞാൻ കഥ പറയാൻ കാരണം 80 വയസ്സിൽ കൂടുതലുള്ള എൻ്റെ ഗ്രാൻഡ് മദർ മൂവാറ്റുപുഴയിൽ നിന്ന് നമുക്ക് രാജഗിരിയിൽ കൊണ്ടുവന്ന് ഈ പറയുന്ന സ്ട്രോക്കിനുള്ള ചികിത്സ എടുക്കാനും ആ പ്രായത്തിലും പൂർണ്ണമായ ആരോഗ്യമായെന്ന് ഞാൻ പറയില്ല, എന്നാലും സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും വടി കുത്തിപ്പിടിച്ച് നടക്കാനും മർഹൂം എൻ്റെ ഗ്രാൻഡ് മദറിന് സാധിച്ചിരുന്നു. ഒരു 3-4 വർഷമൊക്കെ സുഖമായിട്ട് എന്ത് ചെയ്തിരുന്നു, മുന്നോട്ട് പോകാൻ പറ്റിയിരുന്നു. ചികിത്സാ രീതികൾ നമ്മുടെ നാട്ടിൽ നിന്നുണ്ട്, ഒരുപാടുണ്ട്. പക്ഷേ വീണ്ടും ചോദ്യം അതാണ്, തൂമ്പ കൊണ്ടെടുക്കണോ സൂചി കൊണ്ടെടുക്കണോ? തൂമ്പ കൊണ്ടെടുക്കാൻ പാടാണല്ലോ. സൂചി കൊണ്ട് എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാം പണ്ട് പഠിച്ച പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള തത്വം നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, മനസ്സിൽ ഉറപ്പിക്കുക. രണ്ടാമത്, എല്ലാവർക്കും കാറുണ്ടോ? കാർ എല്ലാവർക്കും ഉണ്ടല്ലോ, ഇല്ലേ? എല്ലാവർക്കും വണ്ടി ഉപയോഗിക്കുന്നവരല്ലേ മിക്കവരും. സർവീസ് ചെയ്യാറുണ്ടോ? 6 മാസം കൂടുമ്പോൾ സർവീസ് ചെയ്യാറുണ്ടോ? 1 വർഷം കൂടുമ്പോൾ സർവീസ് ചെയ്യാറുണ്ടോ? നിങ്ങളെ ബോഡി എത്ര നാളായി സർവീസ് ചെയ്തിട്ട്? നിങ്ങളുടെ ആ വണ്ടീഞ്ഞിലും വിലയുള്ള നിങ്ങളുടെ ഹൃദയവും കണ്ണും കൈയും കാലും ഉൾപ്പെടുന്ന ഫുൾ സ്ക്രീൻ വന്നിട്ടുണ്ട്. ശരി. 3 കാര്യങ്ങൾ: ശാരീരികം, മാനസികം, സാമൂഹികം. അത്രയല്ലേ ഉള്ളൂ. ഒന്ന് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, രണ്ടാമത് മെൻ്റൽ ഹെൽത്ത്, മൂന്നാമത് സോഷ്യൽ വെൽബീയിങ്. ഇത് 3 ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ മാറ്റം വന്നത് എവിടെയാണ്? 3 മാറ്റം വന്നു. നമ്മുടെ ജീവിത ശൈലി മാറി. 2025 ശേഷം ജനിക്കുന്ന കുട്ടികൾ 2100 വരെ എത്തും എന്നാണ് പറയപ്പെടുന്നത്. നമ്മളാരും എത്തൂലായിരിക്കും. 2025 ജനിക്കുന്ന ഒരു കുട്ടി 75 വയസ്സ് പ്രായം എന്ന് പറഞ്ഞാൽ 2100 ആണ്ട് വരെ എത്തും എന്നാണ് പറയപ്പെടുന്നത്. ആ ജനറേഷന് പുതിയ പേര് വിട്ടിട്ടുണ്ട്, ജനറേഷൻ ബീറ്റ. ഇതിനു മുൻപ് ജനറേഷൻ ആൽഫ ഉണ്ടായിരുന്നു, അതിനു മുൻപ് ജനറേഷൻ സി ഉണ്ടായിരുന്നു. നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും, നമ്മളെന്ന് പറയുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവർ കമ്പ്യൂട്ടറിന് മുമ്പുള്ള യുഗത്തെ കണ്ടിട്ടുണ്ട്. കമ്പ്യൂട്ടർ യുഗത്തെ കണ്ടു, മൊബൈൽ ഫോൺ യുഗത്തെ കണ്ടു. അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് റോബോട്ട് എന്ന യുഗത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും പരിണിത ഫലം അനുഭവിക്കാൻ പോകുന്നത് അവർ മാത്രമായിരിക്കും. സമൂഹവും ചുറ്റുപാടും എല്ലാം മാറുന്നു. നമ്മളും അതിനനുസരിച്ച് കുറച്ചെങ്കിലും ഒരിത്തിരി എന്ത് ചെയ്താൽ മതി, മാറിയാൽ മതി. നമ്മൾ ദിവസവും ന്യൂസ് പേപ്പറിൽ കാണുന്നൊരു വാക്കാണ് MDMA. കേട്ടിട്ടുണ്ടോ? MDMA അവിടെ പിടിച്ചു, ഇവിടെ പിടിച്ചു എന്നൊക്കെ പറയുന്ന. അത് രണ്ടാമത്തെ ആ ഡി എന്താണെന്നറിയാമോ? MDMA മീഥൈൽ ഡോപ്പ എന്ന് പറയും, ഡോപ്പമീൻ എന്ന് പറയും. ഇതൊരു ഹോർമോണാണ്. നമ്മുടെ എല്ലാവർക്കും എന്തുണ്ട്, ആ ഹോർമോൺ നമ്മളിൽ എല്ലാവരിലും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഹോർമോൺ ഉണ്ടാവുന്നുണ്ട്. ആ ഹോർമോൺ മെയിൻറ്റെയിൻ ചെയ്യുന്നിടത്താണ് നമ്മളുടെ സന്തോഷം ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച്, ഞാൻ സ്കൂളിൽ പോവുകയാണ്, ടീച്ചർ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എന്തും ചെയ്യും.
പക്ഷെ നമ്മൾ ഓരോരുത്തരും എന്താണ്? സ്വതന്ത്ര വ്യക്തികളാണ്. നമുക്ക് ഇഷ്ടമുള്ളത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ചെയ്യുള്ളൂ, അല്ലേ? നമ്മൾ ആരുടെയും ജോലിക്കാരനോ ആരുടെയോ ജോലി സമയം അല്ല കേട്ടോ. ജോലി സമയം ഒഴിച്ച ശേഷങ്ങളിൽ നമ്മുടെ ഉത്തരവാദിയും നമ്മുടെ അവകാശിയും നമ്മൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ചെയ്യുകയുള്ളൂ. ആ ഇഷ്ടം എങ്ങനെ ആരോഗ്യവുമായി എന്ത് ചെയ്യാം, ബന്ധപ്പെടുത്താം? ഖുർആൻ പാരായണം ചെയ്താൽ പോരാ. പാരായണം ചെയ്യുമ്പോൾ എന്താണ് വായിക്കുന്നത് എന്ത് ചെയ്യണം, അറിയണം എന്നാണ് എന്ത് ചെയ്തത്, പറഞ്ഞത്. ഈ പറയുന്ന നമ്മുടെ കൃത്യമായ ഭക്ഷണ രീതികൾ, നമ്മുടെ എക്സസൈസുകൾ, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ പുലർത്തുന്നതിലും സാമൂഹ്യ ബന്ധങ്ങൾ പുലർത്തുന്നതും വഴിയെല്ലാം നമുക്ക് നമ്മുടെ ഹോർമോൺ എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി എന്തിന്, നമ്മുടെ ഹാപ്പിനെസ് ലെവൽ അല്ലെങ്കിൽ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ത് ചെയ്യാൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. ശരി, നമ്മളിപ്പോൾ ഇവിടെ ഉള്ളതിൽ 85% പേരും കിടന്നേ മരിക്കൂ. സംശയമുണ്ടോ? മിനിമം ഒരു 2 ആഴ്ചയെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഒരു കട്ടിലിൽ കിടന്ന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മരിക്കുള്ളൂ. ഞാൻ തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ, പടച്ചോനെ പെടുമരണങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്നല്ലേ പറഞ്ഞേ. പെടുമരണങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ 2 കാരണങ്ങളേ ഉള്ളൂ. ഒന്ന് അറ്റാക്ക് വരണം, ഇല്ലെങ്കിൽ വണ്ടി ഇടിക്കണം, ഇല്ലെങ്കിൽ പാമ്പ് ഇടിക്കണം. തൽക്കാലം പാമ്പ് നമ്മുടെ നാട്ടിൽ എന്തില്ല, കാര്യമായിട്ടില്ല. വണ്ടി ഇടിയും തൽക്കാലം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇച്ചിരി ടൗണിലായതുകൊണ്ടായിരിക്കാം. വണ്ടി ഇടിച്ചാൽ മരിക്കുന്നത് എന്താണ്, കുറവാണ്. 3-ാമത്തെ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റാ. തിരിച്ചു വരുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വരുന്നു. അതല്ലേ നമ്മളെ പേടിപ്പിക്കുന്ന ഏറ്റവും വലിയ സാധനം. കാരണം എൻ്റെ വീട്ടിലും എൻ്റെ ഫാദർ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് പറയും, എടാ എനിക്ക് നെഞ്ചുവേദന വരുന്നു. ഗ്യാസാണോ അപ്പാ? 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും പറയും, എടാ ബാ നമുക്കൊരു ECG എടുക്കാൻ പോവാം. ശരി, കുഴപ്പമില്ല, ECG എടുക്കാൻ പോവാം. വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി വെക്കൂല, എടുക്കുന്നു. എടുത്തു കഴിയുമ്പോൾ പുള്ളിക്കും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. പക്ഷെ നമുക്കറിയാം ഇതെന്തിൻ്റെ അല്ലാന്ന്, ഈ നെഞ്ചുവേദന ഇതിൻ്റെ അല്ല. ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത അത്രയും വലിയ നെഞ്ചുവേദന എന്ത് ചെയ്യും, ഉണ്ടാകും. അതാണ് ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യം. ശരി, അറ്റാക്ക് വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമോ? ഹൃദയ അറ്റാക്ക് വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് വരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ സാധിക്കും. എങ്ങനെ അറിയാൻ സാധിക്കും? എപ്പോഴാണ് അറ്റാക്ക് വരുന്നത്? എപ്പോഴാണ് നമ്മുടെ ഹാർട്ട് ഇതൊരു പമ്പാ, ഹാർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധാരണ പമ്പില്ലേ, ആ പമ്പാണെന്ന് മാത്രം വിചാരിക്കുക. അത് സ്പീഡിൽ അടിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാവുന്നത്. സ്പീഡിൽ അടിക്കുന്നത് എപ്പോഴാ? ഒന്ന് അമിതമായ ജോലി ഭാരങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ സ്ട്രെസ് വരുമ്പോൾ. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്ത് നോക്കാനുള്ള അവസരമുണ്ട്. ഒന്ന് ECG എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു ECGക്ക് വില നിങ്ങൾ വേണമെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി കുറിച്ചോട്ടാ. ഏറ്റവും കൂടിയ വിലയാണ് ഞാൻ പറയുന്നത് കേട്ടാ, 200 രൂപ. ഏറ്റവും കൂടിയ വില ഒരു ECGക്ക് എത്രയേ ഉള്ളൂ, 200 രൂപയുള്ളൂ. രണ്ടാമത് എക്കോ ടെസ്റ്റ് എന്ന് പറയും. ഞാൻ കാരണം കഥകളിലേക്ക് പോകുന്നില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് എക്കോ ടെസ്റ്റ് എന്ന് പറയും. ഹാർട്ടിൻ്റെ ഇപ്പോഴത്തെ ഫങ്ഷൻ അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റാണ്. അതിന് 500 രൂപ എന്തുള്ളൂ, നാട്ടിൽ വിലയുള്ളൂ. ഏറ്റവും വലിയ ഡോക്ടറെ കണ്ടാൽ ചിലപ്പോൾ 1000 രൂപ എന്ത് ചെയ്യുമായിരിക്കും, മേടിക്കും. 500 രൂപ ഡോക്ടറുടെ കൺസൾട്ടേഷൻ, 500 രൂപ പരിപാടിയുടെ കോസ്റ്റ്. ഇതിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ TMT എന്ന് പറയും, ട്രെഡ്മിൽ ടെസ്റ്റ്. നമ്മൾ ഈ എക്സസൈസ് എടുക്കാൻ പോകുമ്പോൾ നടക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, ആ മെഷീൻ ഓടുമ്പോൾ തന്നെ നമ്മുടെ മേത്ത് എന്ത് ചെയ്യും, ECG പിടിപ്പിക്കും. അപ്പം നടക്കുമ്പോൾ നമുക്കെന്ത്, ഓക്സിജൻ റിക്വയർമെൻറ്റ് കൂടുതലാണല്ലോ. ഇതിൻ്റെയൊക്കെ നിങ്ങളെല്ലാവരും 1 സെക്കൻഡ് ഒന്ന് ശ്വാസം വലിച്ചു വിട്ടൊന്ന് റിലാക്സ് ചെയ്തിരുന്നേ.
റിലാക്സ് ചെയ്തിരിക്കുക. നിങ്ങളൊക്കെ ചിരിച്ചോണ്ട് നമ്മൾ ചീത്ത വിളിക്കുമ്പോൾ എന്ത് ചെയ്യൂല, ഓർക്കൂല. ചിരിച്ചോണ്ട് നമ്മൾ സംസാരിച്ചാൽ എന്ത് ചെയ്യും, പറയുന്നത് മുഴുവൻ നമ്മൾ ഓർത്തിരിക്കും. ഇതിൻ്റെയൊക്കെ ബേസിക് അടിസ്ഥാനം പണ്ട് നമ്മൾ പഠിച്ച ഒരു ഹ്യൂമൻ സെല്ലില്ലേ, അതിൻ്റെ ഉള്ളിൽ ഒരു മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, എനർജി ബോക്സ്. അല്ലെങ്കിൽ നമ്മൾ ബയോളജിയിൽ പണ്ട് പഠിച്ച ഒറ്റ സെല്ല്, അമീബ എന്ന് പറയുന്ന ഒറ്റ സെല്ലിൽ കാണുന്ന മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന എനർജി തരുന്ന ധാതു, അതാണ് എല്ലാത്തിലുള്ള ബേസ് കേട്ടോ. അത് 10 എണ്ണം 20 എണ്ണം 100 എണ്ണം 10,000 എണ്ണം ലക്ഷങ്ങൾ കൂടിയാണ് നമ്മളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഹാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. എങ്ങനെ ടെസ്റ്റ് ചെയ്യും? സ്പീഡിൽ നടന്നുകൊണ്ട് ടെസ്റ്റ് ചെയ്യും. അത് ടെസ്റ്റാ. ഗുണം എന്താ, നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും എൻ്റെ ഹാർട്ടിന് വല്ല കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന്. കുഴപ്പമുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നേരെ പോയി ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റി എടുത്താൽ തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇത് വേണ്ട എന്ന് മാറ്റിവെക്കുന്നു. കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കൊന്നും വരില്ല. പക്ഷേ ചെയ്തില്ലെങ്കിൽ അവസാനം സംഭവിക്കും, രാത്രി വീട്ടിൽ വെച്ച് കിടക്കുമ്പോൾ, വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത്, യാത്ര പോകുമ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അതായിരിക്കില്ല, നമ്മളിപ്പോൾ യാത്രയിലായിരിക്കും, നമുക്ക് ആ സൗകര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ പ്രിവെന്റീവ് ഇതിൽ നിന്ന് കുറച്ചുകൂടി ഇത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഏത് എക്കോ ഉണ്ടെന്നും TMT ഉണ്ടെന്നും. ഇതിന്റെ മുകളിലുള്ള സാധനമാണ് എന്തിപ്പോ CT ആൻജിയോഗ്രാം എന്ന് പറയും. നമുക്കൊക്കെ പേടിയാ ആൻജിയോഗ്രാം ചെയ്യാൻ കയറാൻ, അല്ലേ? കയ്യിൽ കുത്തണം, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം, വലിയ പരിപാടിയാ ആൻജിയോഗ്രാം എടുക്കുന്നത്. അതിന് പകരം അല്ലെങ്കിൽ അതിനോട് തുല്യമായ രീതിയിൽ പുതിയൊരു ടെസ്റ്റ് വന്നിട്ടുണ്ട്. പുതിയതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് പുറം രാജ്യങ്ങളിലൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ഇപ്പോൾ 1-2 വർഷങ്ങൾ എന്തായിട്ടുള്ളൂ ആയിട്ടുള്ളൂ. CT ആൻജിയോഗ്രാം എന്ന് പറയും. ഹാർട്ടിന്റെ CT, സിമ്പിളായിട്ട് പറഞ്ഞാൽ അടിച്ചുകൊണ്ടിരിക്കുന്ന ഹാർട്ടിന്റെ CT എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും എന്ത്, നമ്മുടെ ഏതെങ്കിലും വെസല് ബ്ലോക്ക് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനുള്ള എല്ലാ എല്ലാ ടെക്നോളജിയും നമ്മുടെ നാട്ടിലുണ്ട്. അതിന് കോസ്റ്റ് ഉണ്ട് കേട്ടോ. 7,500 രൂപ മുതൽ 10,000 രൂപ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ചാർജ് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ആൻജിയോഗ്രാം എടുക്കാൻ പോയാൽ നമുക്ക് എന്തറിയാൻ പറ്റും, ഇതേ കോസ്റ്റ് വരും. ഗുണം എന്താണ്, ആൻജിയോഗ്രാമിന് യൂസ് ചെയ്യുന്ന മരുന്നിൻ്റെ എന്തില്ല, ആവശ്യമില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണ്ട. രാവിലെ ചെന്ന 1 മണിക്കൂർ 1.5 മണിക്കൂറത്തെ എന്തേ ഉള്ളൂ, പരിപാടിയേ ഉള്ളൂ. എൻ്റെ ഹാർട്ടിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. രണ്ടാമത്, ഹാർട്ടിൽ ബ്ലോക്ക് വരുന്ന അസുഖം ഉണ്ടെങ്കിൽ എവിടെയൊക്കെ ബ്ലോക്ക് വരും, എവിടെയൊക്കെ രക്തക്കുഴലുണ്ട് അവിടെയൊക്കെ ബ്ലോക്ക് വരും, അല്ലേ? ഇതൊക്കെ രക്തക്കുഴലാണ്. കാലിൽ വരാം, തലച്ചോറിൽ വരാം, എവിടെ വേണമെങ്കിലും വരാം. നമുക്കെല്ലാവർക്കും വരൂലേ? നമുക്കെല്ലാവർക്കും വരും. കാരണം നമ്മുടെ വീട്ടിൽ നമ്മളൊരു പൈപ്പ് പിടിപ്പിച്ച ആ പൈപ്പിനുള്ളിൽ ക്ലാവ് പിടിക്കുക എന്നുള്ളത് എന്താണ്, സ്വാഭാവികമായ എന്താണ്, വർഷങ്ങൾ കൊണ്ട് വരുന്ന കർമ്മമാണ്. ഞാൻ വീണ്ടും ചോദ്യം ചോദിക്കുന്നു, നിങ്ങളുടെ വണ്ടി നിങ്ങൾ സർവീസ് ചെയ്യാറുണ്ടല്ലോ? ഓയിലും മാറ്റും, എല്ലാം മാറ്റി വൃത്തിയാക്കി എടുക്കൂലേ? ഇത്രയും തന്നെ മനസ്സിൽ കണ്ടാൽ മതി. അതിന് നമ്മൾ ചെലവാക്കുന്ന തുക എത്രയാണ് വർഷാവർഷം? മിനിമം 10,000 രൂപ മുതൽ 20,000 രൂപ വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് ചെലവാക്കുന്നുണ്ട്. അതിന് 1/4 മതി നമ്മുടെ ആരോഗ്യം എന്ത് ചെയ്യാൻ, നോക്കാൻ. നമ്മൾ മലയാളികൾ ഭയങ്കര ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്, അത് ചെയ്യാത്തത്. കാരണം എന്താ, വണ്ടി ഓഫായി പോയാൽ നമ്മളഞ്ഞ് എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. നമ്മൾ ഓഫായി പോയാലാ ആരെങ്കിലും കൊണ്ടുപോയിക്കോളൂല്ലോ. നമുക്ക് വെറുതെ എന്ത് ചെയ്താൽ മതി, അത് കയറി കിടന്നാൽ മതി. പിന്നത്തെ കാര്യം പിന്നെയാണല്ലോ. നമുക്ക് അപ്പം ആലോചിക്കാന്നുള്ളതാണ് എന്ത്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, ശാരീരികം, സാമൂഹികം, മാനസികം. സാമൂഹികം ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നത്, ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. എൻ്റെ വാപ്പാടുത്ത് പറയും, വാപ്പ 30 കൂട്ടുകാരെ എന്ത് ചെയ്യുക, പേര് പേപ്പറിലേക്ക് എഴുതുക. ഓരോ ദിവസവും ഓരോരുത്തരെ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, നടക്കാൻ പോവാന്ന് പറയുക. 30 കൂട്ടുകാരെയും പരിചയപ്പെട്ടു. നമ്മൾക്ക് എന്തായി, നമ്മുടെ നടത്തം എന്തായി, നടന്നു. ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് വായിച്ചതാണ് കേട്ടോ. ഉറങ്ങി എഴുന്നേറ്റ് ആദ്യത്തെ 1 മണിക്കൂർ മൊബൈൽ ഫോൺ നോക്കരുത്. ഉറങ്ങി എഴുന്നേറ്റ് ജീവിതശൈലി മാറി, നമ്മുടെയൊക്കെ ജീവിതശൈലി മാറി. രാവിലെ എഴുന്നേറ്റ് ആദ്യം എടുത്ത് കൈ പിടിക്കുന്നത് എന്താണ്,
മൊബൈലാണ്. ഉറങ്ങാൻ പോകുന്നതിന് അവസാനം വരെ നമ്മുടെ ഇരിക്കുന്നത് എന്താണ്? മൊബൈലാണ്. ഉറങ്ങാൻ പോകുന്നതിന് 1 മണിക്കൂർ മുമ്പ് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ മാറ്റി വെക്കാൻ പറ്റിയാൽ, ഉറങ്ങി എഴുന്നേച്ച് ആദ്യത്തെ 1 മണിക്കൂർ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കാൻ പറ്റിയാൽ, അത് നമുക്ക് തരുന്ന ഭയങ്കരമായ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഡോപ്പമിൻ കൂട്ടാനുള്ള വഴികൾ ഞാൻ പറഞ്ഞു. അതേപോലെ ക്രോണിക് യൂസ് ഓഫ് മൊബൈൽ ഫോൺ ആഫ്റ്റർ 10 PM, രാത്രി 10 മണിക്ക് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോണിൻ്റെ ഡോപ്പമിൻ ലെവൽ കുറയ്ക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല? ഒരു ആരോഗ്യം ഉണ്ടാവില്ല, ഒരു ഉഷാറും ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങൾ യോഗ ചെയ്തോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്തുണ്ടാവില്ല? ഒരു മാറ്റവും നമുക്ക് ഉണ്ടാവില്ല. മൊബൈൽ ഫോൺ അത് നമ്മൾ ഭയങ്കര സ്പീഡാണത് കാര്യങ്ങൾ നടക്കുന്നതേ. നമുക്ക് ബോറടിക്കില്ല. മറ്റേ നമ്മളൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? ഇത് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഒരാളെ പിടിച്ച് ജയിലിട്ടാൽ വലിയ കുഴപ്പമുണ്ടാ? ഒന്നഞ്ഞ പൂട്ടിയിടുന്നാണ് എന്ത് ചെയ്യുന്നത് എല്ലാവരും ചോദിക്കുന്നത്. ഇപ്പൊ നമ്മുടെ നേതാവൊക്കെ എന്ത് അല്ലെ, നമ്മുടെ ബോച്ചയൊക്കെ പോയിട്ട് എന്ത് ജയിലിൽ കിടന്ന പോലെ ഇരിക്കും. എന്നെ ഒന്ന് 14 ദിവസത്തേക്ക് പൂട്ടിയിടുമെന്നാണ് ചോദിച്ചത്. കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാ? മൊബൈലിൽ നോക്കിയിരിക്കാം. ഇഷ്ടമുള്ള കാര്യമായിട്ട് കണ്ടാലും ആസ് പെർ സ്റ്റഡീസ് ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആദ്യത്തെ 1 മണിക്കൂർ ഞാൻ പറഞ്ഞോളൂ, ഉറങ്ങി എഴുന്നേച്ച് ആദ്യത്തെ 1 മണിക്കൂറും അവസാനത്തെ 1 മണിക്കൂറും രാത്രി 1 മണിക്കൂർ എന്ത് ചെയ്യരുത്? സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത് ഡോപ്പമിൻ ലെവൽ കുറയ്ക്കും എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കണ്ടിരിക്കുന്നത്. മേ ബി ആ ഒരു ഡിം ലൈറ്റ്, നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഒരു ഡിം ലൈറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ഡിം ലൈറ്റ് ഓണായി വരും. ആ ലൈറ്റുമായി ബന്ധപ്പെട്ടുള്ള എന്തോ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അവരത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ മൊബൈൽ ഫോണിന്റെ ഉപയോഗം നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് അറിയാം, എന്നാലും കുറയ്ക്കാൻ നോക്കുക. ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. നടക്കാൻ പോകുന്ന എത്ര പേരുണ്ട്? ഞാൻ പലരെയും കാണാറുണ്ട് ഈ കൂട്ടത്തിൽ നടക്കാൻ പോകുന്നത്. നടക്കാൻ പോകുന്ന എത്ര പേരുണ്ട്? 1, 2, 3. നിങ്ങൾ 50% കൂടുതൽ പേര് എന്ത് ചെയ്യുന്നുണ്ട്? നടക്കാൻ പോകുന്നുണ്ടോ? അല്ലേ? നടക്കാൻ പോകുമ്പോൾ കൈന് എക്സസൈസ് കിട്ടോ? നടക്കാൻ പോകുന്നത് കൊണ്ട് നിങ്ങളുടെ കൈകൾക്ക് എക്സസൈസ് കിട്ടുമോ? നിങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റി കിട്ടോ? നിങ്ങൾ വീഴുന്നത് പ്രിവെന്റ് ചെയ്യോ? എനിക്കൊരു മാന്യ സഹോദരൻ ചോദിച്ചിരുന്നു, സാറേ ഞങ്ങളുടെയൊക്കെ മസിൽ താഴേക്ക് പോകുന്നു, എന്ത് ചെയ്യും? മസിലിന് വേണ്ടി വർക്ക്. നമ്മുടെ ഏറ്റവും വലിയ, നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? അത് മസിലാണ്. ലിവറോ കിഡ്നിയോ ഒന്നും അല്ല. മസിൽ ഒരു ഓർഗനാണ്. അതിനൊരു അവയവമായി എന്ത് ചെയ്യുക? അത് നമ്മൾ അംഗീകരിക്കുക. ആ അവയവത്തെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും എന്താണ്? ആവശ്യമാണ്. മസിൽ വേസ്റ്റിംഗ് അല്ലെങ്കിൽ മസിലിൻ്റെ ശക്തികൾ കുറയും. സാധാരണഗതിയിൽ അത് കുറയുന്നത് കൊണ്ടാണ് നമുക്ക് വരുന്ന മുട്ടുവേദനയും നടുവേദനയും എല്ലാത്തിനുള്ള പ്രൈമറി കാരണം അതാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു പിടിച്ചിരിക്കുന്ന ഈ മസിൽസാ. തെന്നിപ്പോവാതെയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് മസിലിൻ്റെ സ്ട്രെങ്ത് പോകുന്നതോടുകൂടി ഇതെല്ലാം എന്ത് ചെയ്യും? കുറയും. വലിയ പാടാണോ ഇത് ചെയ്യാൻ? ജിമ്മിൽ പോകേണ്ട ആവശ്യമുണ്ടോ? ജിമ്മിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരാളുണ്ട്. എന്തുകൊണ്ടാ ബാക്കി ആരും ജിമ്മിൽ പോവാത്തെ? പേടിച്ചിട്ടാണോ? മടിയായിട്ടാണോ? സ്ഥിരമായി പോകാൻ പറ്റാത്തതുകൊണ്ടാണോ? അതല്ല 60 വയസ്സ് കഴിഞ്ഞാൽ ജിമ്മിൽ കയറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണോ? എന്തുകൊണ്ട് ആവശ്യമില്ല എന്ന് പറയുന്നത്? ബോഡി ബിൽഡിംഗ് അല്ല, ഇറ്റ്സ് ഫോർ മെയിൻ്റനൻസ്, ഇറ്റ്സ് ഫോർ ഫ്ലെക്സിബിലിറ്റി. നമ്മൾ പ്രായമായവരിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തലയും കുത്തി വീഴുക, ഇല്ലെങ്കിൽ ബാത്റൂമിൽ തലയും കുത്തി വീഴുക, ഇടുപ്പെല്ല് എന്ത് ചെയ്യുക? പൊട്ടുക. ഞാൻ പഠിപ്പിക്കുമ്പോൾ പറയുന്നതാണേ, ഇടുപ്പെല്ല് പൊട്ടി ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ 2 മാസം കൊണ്ട് മരിക്കും. ഓപ്പറേഷൻ ചെയ്താലും ചിലപ്പോൾ എന്ത് ചെയ്യും? 6 മാസം കൊണ്ട് മരിക്കും. ഇടുപ്പെല്ല് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. ഇടുപ്പെല്ല് പൊട്ടിയെന്ന് വിചാരിക്കേ എന്ത് പറ്റും? തിരിയാൻ പറ്റുമോ? അനങ്ങാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇടുപ്പെല്ല് പൊട്ടാതിരിക്കുക എന്നുള്ളത് ഭയങ്കരമായ എന്താണ്? ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇത് ഒരു ബാൻഡാണ് കേട്ടോ, നമ്മുടെ റബ്ബർ ബാൻഡിൻ്റെ വേറൊരു ഫോമാണേ. ഒന്ന് കാണിച്ചോട്ടെ. നമ്മൾ ജിമ്മിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആയല്ലോ.
നമുക്ക് സെൽഫ് റെസിസ്റ്റൻസ് ബാൻഡ് എന്ന് പറയും. നമ്മുടെ തന്നെ റെസിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. ജിമ്മിൽ പോകുന്ന ആ ഇക്കാർത്തി ചോദിച്ചാൽ ഇക്ക പറയും എല്ലാ ദിവസവും ഒരേ എക്സസൈസ് ആണ് ചെയ്യിപ്പിക്കുന്നത്? സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. ശരി, ഇത് വെച്ചിട്ട് പല ഉപയോഗങ്ങളും ഉണ്ട് കേട്ടോ, ഇത് മാത്രമല്ല കേട്ടോ. കൈ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ വെച്ചാൽ നമ്മുടെ ഇത് പല ടൈറ്റ്നെസ്സിലുള്ളത് കിട്ടാനുണ്ട്. 5 എണ്ണത്തിന് 400 രൂപ, അതാണ് ഇതിൻ്റെ വില വരുന്നത്. നമ്മുടെ മസിൽസ് ബാക്കിലേക്കുള്ളത് എന്ത് ചെയ്യാൻ ഇത് നമ്മൾ കാലിലേക്ക് ഇടുവാണെങ്കിൽ നമ്മുടെ ബാക്ക് മസിൽസ് നമുക്ക് ബാക്കിലേക്ക് തിരിച്ച് ചെയ്യാൻ. ഇതാകുമ്പോൾ സൈഡിലേക്കുള്ളത്. ഇതാകുമ്പോൾ നമുക്കറിയാം എന്തുവരെ ചെയ്യണം. സെൽഫ് റെസിസ്റ്റൻസ് ബാൻഡ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഒറ്റ വാക്കി പറഞ്ഞാൽ നിങ്ങൾ വെറുതെ കസേരയിൽ ഇരിക്കുവാണ് എന്ന് വിചാരിക്കുക. ആ കസേരയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസേരയിൽ ഇരുന്നുകൊണ്ട് ഞാനല്ലേ ഇരിക്കുന്നേ. ആരുടെയും സഹായം വേണോ? നമ്മൾ മാത്രം പോരെ ചെയ്യാനുള്ള? എന്ത് മതി, മനസ്സ് മാത്രം മതി. എൻ്റെ ക്ലാസ് കൊണ്ടുള്ള ലക്ഷ്യം നിങ്ങളെല്ലാം താല്പര്യം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. സെൽഫ് റെസിസ്റ്റൻസ് ബാൻഡ് എന്ന് പറയും. ഇത് ആമസോണിൽ കിട്ടും. ആമസോൺ ഓൺലൈൻ, അതാണ് അടുത്ത വരുന്ന കാര്യം. പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബോറടിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, ചെയ്യുന്നവരുണ്ട്. അതാണ് അയക്കാടുത്ത്. നമ്മൾ ഈ ജിമ്മിൽ പോകുമ്പോഴേ എക്സസൈസ് പല രീതിയിലാണ്. ഒരു ദിവസം എക്സസൈസ് അപ്പർ പാർട്ട് മാത്രമേ ഉള്ളൂ. പിറ്റേ ദിവസത്തെ കാലുകൾക്ക് മാത്രമുള്ളതാണ്. മൂന്നാമത്തെ ദിവസമുള്ളത് കാർഡിയോ എന്ന് പറയും. എന്നുവെച്ചാൽ പുഷപ്സും കാര്യങ്ങളും എല്ലാം. അതെല്ലാം എന്തിനു വേണ്ടിയുള്ളതാണ്? ഹാർട്ട് മുതൽ നമ്മുടെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയുള്ളതാണ്. അത് ഞാൻ വീണ്ടും ചോദിച്ചത്, എന്തുകൊണ്ട് ജിമ്മിൽ പോകുന്നില്ല? ആരും പോകണ്ട. പക്ഷേ ഇതിൻ്റെ ഒരു മോഡിഫൈഡ് വെർഷനാണ് എവിടെയുള്ളത്, ഈ ഹോസ്പിറ്റൽസിലൊക്കെയുള്ള ഫിസിയോതെറാപ്പി യൂണിറ്റ്സ്. ഭംഗിയായിട്ട് ചെയ്യുന്ന യൂണിറ്റ്സ് എല്ലായിടത്തും ഉണ്ട്. അവിടെ ഒരു സെഷൻസ് ബുക്ക് ചെയ്യാം, പോയി നോക്കാം. നമ്മുടെ നാട്ടിൽ ചികിത്സ ഇല്ല എന്നും പറഞ്ഞ് നമുക്ക് മാറ്റിവെക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിലില്ല. കാരണം എല്ലാ ചികിത്സയും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതായത് US ഇറങ്ങുന്ന എല്ലാ ടെക്നോളജീസും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ശരി, ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒരാൾ പറഞ്ഞതാണ്, ഒരു ദിവസം 3 നേരം സന്തോഷം തരുന്ന ഏറ്റവും നല്ല കാര്യം എന്തില്ലെന്ന്, വേറൊരു കാര്യം എന്തില്ലെന്ന് ഈ ലോകത്തില്ലെന്ന്. അങ്ങനെ കണ്ടിട്ട് ഭക്ഷണം കഴിച്ചു നോക്കിയേ. ഒരു ദിവസത്തിൽ 3 നേരം നമുക്ക് സന്തോഷം തരുന്ന വേറൊരു കാര്യം വേറൊന്നില്ല ഈ ലോകത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഭക്ഷണത്തെ സമീപിക്കുക. ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഹാപ്പി ആണല്ലോ. കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഹാപ്പിനെസ്, ആ ഒരു സറ്റൈറ്റി കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നു. പക്ഷേ ഭക്ഷണത്തിൽ നമുക്ക് എന്ത് വേണം, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? ഒരു വലിയ വട്ടപാത്രമുണ്ട്, നമ്മുടെ മുമ്പിൽ ഒരു പ്ലേറ്റ് ഇരിക്കുന്നുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി, ആ പ്ലേറ്റിൽ നമുക്ക് എന്തൊക്കെ വേണം? 1/4, 4/1 അരി അല്ലെങ്കിൽ ചോറ് അല്ലെങ്കിൽ എന്താണെങ്കിലും, പകുതി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ബാക്കി 1/4 ഭാഗം പ്രോട്ടീൻസ്. കഴിഞ്ഞ് ഇനി അപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യണ്ട, വലിയ ഡയറ്റ് ചാർട്ടൊന്നും എന്ത് ചെയ്യണ്ട, എടുത്തു വെക്കണ്ട. കാരണം ഞാനിപ്പോൾ ഡയറ്റ് ചാർട്ടിനെ പറ്റി പറഞ്ഞാൽ നമ്മളിൽ ഷുഗർ ഉള്ളവരുണ്ട്, പ്രഷർ ഉള്ളവരുണ്ട്, കിഡ്നിക്ക് അസുഖങ്ങളുള്ളവരുണ്ട്, ലിവറിന് അസുഖങ്ങളുള്ളവരുണ്ട്. എൻ്റെ ചാർട്ട് നിങ്ങൾക്ക് പാകാവോ? പറ്റില്ലല്ലോ. അത് ടൈലേർഡാണ്. ഓരോരുത്തർക്കും എന്ത് ചെയ്യേണ്ടി വരും? ഇൻഡിവിജ്വൽ ഡോക്ടേഴ്സിനെ പോയി കണ്ടിരുന്ന് നമുക്ക് വേണ്ടത് എന്ത് ചെയ്യണം, എഴുതിയെടുക്കണം. പക്ഷേ ഒരു സമൂഹത്തോട് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ നമുക്ക് എടുക്കുമ്പോൾ പറയാൻ പറ്റിയ ഏറ്റവും എളുപ്പം നമ്മുടെ ഭക്ഷണം പാത്രം മനസ്സിൽ ആലോചിക്കുക. പകുതി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആയിരിക്കണം, പകുതി 1/4 ഭാഗം എന്തായിരിക്കണം, ധാന്യങ്ങൾ, ബാക്കി 1/4 ഭാഗം പ്രോട്ടീൻസ്. നമ്മൾ
ഇഷ്ടമുള്ളിടത്തല്ലേ നമ്മൾ പോവുള്ളൂ, അല്ലേ? നമ്മൾ സെലക്റ്റീവാണോ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ? അത് എന്ത് കിട്ടിയാലും കഴിക്കുമോ? എന്ത് കിട്ടിയാലും കഴിക്കും. സെലക്റ്റീവാണ്. ആ സെലക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. നമ്മുടെയൊക്കെ ചെറുപ്രായത്തിൻ്റെ ആയിരിക്കും കേട്ടോ. എന്ത് കിട്ടിയാലും നമ്മൾ കഴിക്കും എന്ന് പറയുന്നതിൽ നിന്ന് ആ സെലക്റ്റീവ്നെസ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? പോകാൻ പറ്റണം. നമ്മുടെ ഭക്ഷണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റണം. പറയാം, ഞാൻ അതാണ് എഴുതി വെച്ചത്. അതുകൊണ്ട് ജലാംശം ആണ് ആദ്യത്തെ കാര്യം. വെള്ളം കുടിക്കുക. ഉറങ്ങി എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് എപ്പോഴും എന്താണ്? നല്ലതാണ്. ഒരു 1.5 ഗ്ലാസ് വെള്ളം ബാക്കി ഭക്ഷണങ്ങൾക്ക് മുമ്പ് കുടിക്കുന്നത് എപ്പോഴും എന്താണ്? നല്ലതാണ്. വേറെ ഒന്നും കൊണ്ടല്ല, കഴിഞ്ഞ 6-8 മണിക്കൂറായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? വെള്ളം കുടിച്ചിട്ടില്ല. നിർജ്ജലീകരണം നമുക്ക് എന്ത് ചെയ്യും? സംഭവിക്കും. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ AC കിടക്കുന്നത് കൊണ്ടും നാളെ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യും? നമുക്കൊരു എഴുന്നേറ്റ ഉടനെ ആരും എന്ത് ചെയ്യരുത്, മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, കിടന്ന ഒറ്റയടിക്ക് എന്ത് ചെയ്യരുത്? ചാടി എഴുന്നേക്കരുതെന്ന് പറയും. ബെഡിലാണെങ്കിൽ എഴുന്നേറ്റ് ഇരിക്കണം. ഓക്കെ, എഴുന്നേറ്റ് ഇരുന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? എഴുന്നേക്കാൻ പാടുള്ളൂ. ഇതുവരെ യോഗക്ക് പാത്രം യോഗ ഒന്നും പോകാൻ നിൽക്കരുത് കേട്ടാ. ഇതുവരെ യോഗയോ അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പോവാത്തവർ പുതുതായിട്ട് എന്ത് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അതൊന്നും പോയി ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പറ്റിയത് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ചെയ്യാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞു, നമ്മുടെ ലിമിറ്റ് നമുക്കേ അറിയുള്ളൂ. വൈറ്റമിൻ ഡി, കാൽഷ്യം ഐഡിയലി ബ്ലഡിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? കഴിച്ചാൽ മതി. അതിൽ കൂടുതൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു സർക്കിളാണ്. വൈറ്റമിൻ ഡി ഉണ്ടെങ്കിലേ ബോഡിയിൽ എന്ത് വരുള്ളൂ? കാൽഷ്യം അബ്സോർബ് ചെയ്യുള്ളൂ. എന്നുവെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാൽഷ്യം ഉണ്ടെങ്കിലും, ഞാൻ പറയുന്ന മീനിലോ എല്ലാത്തിലും കാൽഷ്യം ഉണ്ടെങ്കിലും വൈറ്റമിൻ ഡി ഉണ്ടെങ്കിലേ അത് എല്ലുകളിലേക്ക് എന്ത് ചെയ്യുള്ളൂ? എത്തുകയുള്ളൂ എന്ന് ആണ് ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിക്കുന്നത്. പക്ഷെ എത്ര ശതമാനം വൈറ്റമിൻ ഡി വേണം എന്ന് ചോദിച്ചാൽ, വൈറ്റമിൻ ഡി കിട്ടുന്ന ഏറ്റവും എളുപ്പമുള്ള പണിയാണെന്ത്? സൂര്യപ്രകാശം. അത് കുറഞ്ഞതാണ് ഇതിന് കാരണം. മരുന്ന് കഴിക്കാൻ വേണ്ടി നമ്മൾ ഉപദേശിക്കുക എന്ന് ചോദിച്ചാൽ, മരുന്ന് കഴിക്കുന്ന രീതി എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആഴ്ചയിൽ ഒരെണ്ണം വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരെണ്ണം കഴിച്ചാൽ അടുത്ത തിങ്കളാഴ്ച ഒരെണ്ണം കഴിക്കേണ്ടത്. അങ്ങനെ 4 ആഴ്ച എന്ത് ചെയ്താൽ മതി? കഴിച്ചാൽ മതി. ഐഡിയലി ഇതെല്ലാം കുറവാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? കഴിച്ചാൽ മതി. വെറുതെ കഴിച്ചുകൊണ്ടിരിക്കേണ്ട എന്തില്ല? ആവശ്യം ഇല്ല. മരുന്ന് കമ്പനികൾ എന്ത് ചെയ്യും? പറഞ്ഞുകൊണ്ടേയിരിക്കും കഴിക്കൂ 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 എന്ന്. നമ്മുടെ ബോഡിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. എങ്ങനെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാവും? ഭയങ്കരമായ മുട്ടുവേദന, കലശലായ വേറെ എന്തെങ്കിലും വേദനകൾ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ഡോസ്, ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ 1 മാസമാണ്. ഇന്നൊരെണ്ണം കഴിച്ചാൽ ഒരാഴ്ച കഴിയുമ്പോൾ 4 ആഴ്ചത്തേക്ക് എന്ത് ചെയ്താൽ മതി? കഴിച്ച് നോക്കിയിട്ട് ഗുണമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളത് മാത്രമേ എന്തുള്ളൂ. ഇത് പ്രതിരോധമാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. കോവിഡ് വന്നപ്പോൾ നമ്മളെല്ലാവരും മാസ്ക് വെച്ചല്ലോ. ICU കിടന്നാൽ ബുദ്ധിമുട്ടാവുന്ന വിചാരിച്ചിട്ട് തന്നെയല്ലേ? അതൊരു പ്രതിരോധമാണ്, അല്ലേ? വാക്സിനേഷൻ നമ്മളെല്ലാവരും എന്ത് ചെയ്തു? എടുത്തു. പുതിയൊരു വാക്സിൻ, പുതുതായിട്ടല്ല, ഇപ്പോൾ ഉംറക്ക് പോകണമെങ്കിൽ വാക്സിൻ വേണം നിയമമായിട്ടുണ്ട്. ഇതെല്ലാം പ്രതിരോധമാണ്. ചില അസുഖങ്ങൾക്ക് നമുക്ക് പ്രതിരോധ വാക്സിനേഷൻസ് ഉണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യരുത്? മടിക്കരുത്. ഞങ്ങൾ ഡോക്ടർമാർ വർഷം ഫ്ലൂ വാക്സിൻ എടുക്കും. എപ്പോഴാണെന്നറിയാമോ? ജൂൺ 1 മുമ്പ് എടുത്തിരിക്കും ഞങ്ങൾ. വർഷം വരുന്ന പനി ഒഴിവാക്കാൻ വേണ്ടി മാത്രം വാക്സിൻ എടുത്താൽ മതി. ഫ്ലൂ വാക്സിൻ വർഷം മാറിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യും? വാക്സിൻ മാറിക്കൊണ്ടേയിരിക്കും. വാക്സിൻ എടുക്കാം. വാക്സിൻസ് പ്രിവെന്റ് ചെയ്യുന്ന എല്ലാ അസുഖങ്ങൾക്കും എന്ത് ചെയ്യണം? വാക്സിൻ പറ്റുമെങ്കിൽ നമ്മൾ എടുക്കണം. ഒരു കാലഘട്ടം വരെ നമ്മളെല്ലാവരും എടുത്തിരുന്നു. വീണ്ടും നമ്മുടെ നാട്ടിൽ മംസിന്റെ എണ്ണം കൂടി എന്നൊരു കഥയുണ്ട്, അല്ലേ? മംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുണ്ടി വീക്കം. എന്തുകൊണ്ട് കൂടി? ബാക്കിലേക്ക് പോട്ടെ. 2020 തൊട്ട് 2022 കാലഘട്ടത്തിൽ എന്ത് നടന്നില്ല? വാക്സിനേഷനൊക്കെ നിന്നുപോയി ഗവൺമെന്റിന്റെ. വീണ്ടും പൊട്ടിപ്പുറപ്പെട്ട്. വാക്സിൻ പ്രിവെന്റ് ചെയ്യുന്ന ഡിസീസുകൾക്ക് എന്ത് ചെയ്യണം? വാക്സിൻ എടുക്കണം. ക്യാൻസർ ഉൾപ്പെടെ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയും, അതുവഴി വരുന്ന
ഇതിലേക്ക് എന്ത് ചെയ്യാം? മാനസികാരോഗ്യം, മാനസിക സൗഖ്യം, സ്വന്തമായി ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവൂലേ? മൊബൈൽ ഫോണും ടി വി ഉപയോഗിച്ചിട്ട് മൊബൈൽ ഫോണും ടി വി മാറ്റി വെക്ക്. വേറെ എന്താണ് നമുക്ക് ഇഷ്ടപ്പെട്ട പണിയെന്ന് ആലോചിക്കുക. അടുക്കളയിൽ കയറലാണോ? ചെടിക്ക് വെള്ളം ഒഴിക്കലാണോ? അതല്ല ഒരു പസിൽ എന്ത് ചെയ്യൽ സോൾവ് ചെയ്യലാണോ? എന്തെങ്കിലും ഒരു ജോലി, അല്ലെങ്കിൽ എന്ത് 10 കൂട്ടുകാരെ കാണാൻ പോകുന്നതാണോ? എന്താ മാനസിക ആരോഗ്യം? അത് ആരുടെ കയ്യിലാണ്? നമ്മുടെ കയ്യിൽ തന്നെയാണ്. അതിൻ്റെ ഒരു നിവൃത്തിയില്ലാതെ ആകുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡോക്ടറെ പോയി കണ്ട് ഡോക്ടർ പറയുന്നത് എന്താണ്? ഇത് തന്നെയാണ് തിരിച്ചു പറയുന്നത്, കുഴപ്പമൊന്നുമില്ല, എല്ലാം ശരിയാവും, നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യൂ, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യൂ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, വീണ്ടും വീണ്ടും പറയുന്നുള്ളൂ. ഇത് നമ്മുടെ കൺസെപ്റ്റിൽ നോക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന ആരോഗ്യം നാളെ ഒളിമ്പിക്സ് ഓടാനുള്ള ആരോഗ്യമല്ല. തെന്നി വീഴാതിരിക്കാൻ, പരസഹായം കൂടാതെ മരിക്കുന്നത് വരെ ആർജവത്തോടെ സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം? ജീവിക്കാൻ പറ്റണം. പിന്നെ ഏറ്റവും വലിയ നമ്മുടെ പേടി എന്താ? ക്യാൻസർ അല്ലേ? ക്യാൻസറിന് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴികൾ എന്തുണ്ട്? നാട്ടിലിപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെതായ എന്തുണ്ട്? മെക്കാനിസംസ് ഉണ്ട്. സ്റ്റേജ് 1 കണ്ടുപിടിച്ചാൽ, സ്റ്റേജ് 2 കണ്ടുപിടിച്ചാൽ മരുന്ന് കൊണ്ടും സർജറി കൊണ്ടും ഇമ്മ്യൂണോതെറാപ്പി എല്ലാ ചികിത്സകൾ കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റിയെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റേജ് 3ഉം 4ഉം നമുക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ക്യാൻസറൊന്നും ഞാൻ പറയണില്ല കേട്ടോ. തല്ലിപ്പൊളി ക്യാൻസേഴ്സ് ഉണ്ട്, കണ്ടുപിടിക്കുമ്പോൾ തന്നെ എന്തായിരിക്കും? എല്ലായിടത്തേക്കും സ്പ്രെഡായിട്ടൊക്കെ ഉണ്ടാകാം. പക്ഷേ ഞാൻ പറഞ്ഞേ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നു, 10 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് പറയും? ഒരു ക്യാൻസറിന് എന്ത് വേണ്ട, ചികിത്സ വേണ്ട, എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് മാറ്റാൻ പറ്റും എന്ന് നമ്മൾ എന്ത് ചെയ്യും? ക്രോണിക് ഡിസീസ് മാനേജ്മെന്റ്, ഇതാണ് ഏറ്റവും വലിയ വില്ലൻ. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇതിനെ നമ്മൾ NCD എന്ന് പറയും, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഇത് പകരുന്നതല്ലല്ലോ, നമുക്ക് വന്നേക്കണമല്ലേ. പല കാരണങ്ങളുണ്ട്. ഒന്ന് ജനിതകം. നമ്മളെല്ലാവരും എൻ്റെ അപ്പഞ്ഞുള്ള കൊണ്ടാണ് എനിക്കുള്ളതെന്ന് പറഞ്ഞ് നമ്മൾ സമാധാനിച്ച് എന്ത് ചെയ്യുവാണ്? നിൽക്കുവാണ്. പക്ഷേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു പരിധിവരെ കുറച്ച് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ആദ്യം അംഗീകരിക്കുക, എനിക്ക് അസുഖമുണ്ട് എന്നുള്ള കാര്യം. രണ്ടാമത്, ഡോക്ടേഴ്സ് പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഫോളോ അപ്പ് ചെയ്യുക. ഈ ഒരു അവസരത്തിലാണ് പഞ്ചറായ വണ്ടിയാണ് നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താണ്? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യും? ചെക്ക് ചെയ്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് എന്ത് ചെയ്യും? പോകും. മറ്റേത് നമ്മൾ വിചാരിക്കും നമുക്കൊരു പ്രശ്നവും ഇല്ല, നമ്മളെല്ലാം ഓക്കെയാണ്, ഇടിച്ച് വീഴുന്നത് വരെ നമ്മൾ എന്ത് വിചാരിക്കും? ഓക്കെയാണ് എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും? നിൽക്കും. ഇതിനുള്ള പങ്ക് സാങ്കേതിക വിദ്യ. നിങ്ങൾക്ക് ഡോക്ടേഴ്സിന് ഇപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. എല്ലാ ഹോസ്പിറ്റൽസിനും എന്തുണ്ട്? ഓൺലൈൻ കൺസൾട്ടേഷൻസ് ഉണ്ട്. രണ്ടാമത് വീട്ടിൽ വന്ന് നോക്കുന്ന എന്തുണ്ട്? ഡോക്ടേഴ്സ് ഉണ്ട്. രണ്ടാമത് എല്ലാത്തിനും നമ്മുടെ നാട്ടിൽ എന്തുണ്ട്? ആപ്പുകളും ഹോസ്പിറ്റൽസിൻ്റെ തന്നെ അല്ലാതെ ഓൺലൈനിലുള്ള നിസ്കരിക്കാൻ വേണ്ടി സമയം ആര് പറഞ്ഞു തരും? മൊബൈൽ പറഞ്ഞു തരുമല്ലോ. മരുന്ന് കഴിക്കാനുള്ള സമയം മൊബൈൽ പറഞ്ഞു തരും. നമ്മൾ ഒരു പ്രാവശ്യം എന്ത് ചെയ്താൽ മതി? ഒന്ന് മെനക്കെട്ട് എന്ത് ചെയ്താൽ മതി? ഒന്ന് കറക്റ്റായിട്ട് എന്ത് ചെയ്താൽ മതി? ഫീഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്ത് തരും? അത് പറഞ്ഞു തരും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതം നമ്മുടെ ഗവൺമെന്റിനെ പോലെ തന്നെയാണ്. ഏറ്റവും കുറവ് പൈസ ചിലവാക്കുന്നത് എന്തിനാണ്? ഹെൽത്ത് ബഡ്ജറ്റ്. ഏറ്റവും കൂടുതൽ പൈസ എന്തിനാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയുണ്ടാക്കാൻ വേണ്ടിയുള്ള ഫണ്ടിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അഥവാ സ്ഥിരമായി കഴിക്കേണ്ട ഡിസീസസ്, ഇത് ഗവൺമെന്റിൽ ഇതിനുള്ള മരുന്ന് ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ഇപ്പോൾ ഓൾമോസ്റ്റ് സൗജന്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ജന ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? മരുന്ന് കൊടുക്കുന്നുണ്ടെന്നാണ് മനസ്സിലായത്. പക്ഷേ ഈ പറയുന്ന അവിടെ ഡോക്ടേഴ്സ് എന്താണ് എന്നൊന്നും എന്തറിയില്ല, നമുക്കറിയില്ല. പക്ഷേ ഇത് കൺട്രോൾ ആക്കി വെക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാൻസർ വന്നാലും ഒരു ആരോഗ്യത്തിന് എന്ത് ചെയ്യുള്ളൂ? ഒരു സ്ഥലത്തേ വരുള്ളൂ. ഷുഗർ കണ്ണ് മുതൽ ബ്രെയിൻ മുതൽ ഹാർട്ട് മുതൽ നെഞ്ചുവേദന അറിയുക പോലും ഇല്ല. ഷുഗർ ഉണ്ടെങ്കിൽ വേദന എന്ത് ചെയ്ത് കളയും? മരവിപ്പിച്ച് കളയും. ഷുഗർ കൺട്രോൾ ആക്കി വെക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കൺട്രോൾ ആക്കിയില്ലെങ്കിലും ഫ്ലക്ച്വേഷൻസ് കുറയ്ക്കുക. ഒറ്റയടിക്ക് 300, നേരെ 150, പിന്നെ 400,
പിന്നെ 150. ഫ്ലക്ച്വേഷൻസ് ആണ് എന്ത് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ആ മീഡിയം നമുക്ക് നമ്മുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തിട്ടും കുറയുന്നില്ല. 180 നിൽക്കുന്നുള്ളൂ, 150 പിടിച്ചോ. ഇടക്കിടക്ക് എന്ത് ചെയ്യാൻ നിൽക്കരുത്, കൂട്ടാൻ നിൽക്കരുത്. ഇതിനുള്ള ഇതുണ്ടോ, നമ്മുടെ ഷുഗർ നോക്കാൻ വേണ്ടിയുള്ള മരുന്നുണ്ട് കേട്ടോ, ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് 24 hours. എന്താണ് നമ്മുടെ ഷുഗറിന്റെ വ്യതിയാനം എന്നറിയാൻ വേണ്ടി എന്തുണ്ട് മെക്കാനിസംസ് നമ്മുടെ കയ്യിലുണ്ട്. അതാണ് ഏറ്റവും പുതിയതായിട്ട് സാധനം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനുള്ള സാങ്കേതിക മുന്നേറ്റ സഹായങ്ങൾ വേണ്ടേ? നമ്മുടെ വീട്ടിലൊരു കള്ളം കയറിയാൽ നമ്മൾ അറിയുന്നതിന് മുമ്പ് എന്തറിയും, നമ്മുടെ മക്കളെവിടെ അറിയും, ഗൾഫിലുള്ള മക്കളറിയും. ഇപ്പോൾ ആ ഒരു നാട്ടിലാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. നമ്മുടെ കയ്യിൽ കിട്ടുന്ന വാച്ചുകൾ നമ്മുടെ എന്ത് ചെയ്യും, ഹാർട്ട് റേറ്റും BP ഉൾപ്പെടെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. നമ്മൾ വീഴുവാണോ വീഴാൻ പോകുവാണോ എന്ന് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ വരെ സാധിക്കുന്ന വാച്ചുകൾ നമ്മുടെ നാട്ടിലുണ്ട്. വലിയ വിലയൊന്നുമില്ല, 2500 രൂപ 3000 രൂപ മുതൽ 10000 രൂപ 15000 രൂപ വരെ എന്തുള്ളൂ ഈ വാച്ചുകൾക്ക് വിലയുള്ളൂ. ഇറങ്ങിയ കാലത്ത് ഭയങ്കര വിലയായിരുന്നു, ഇപ്പൊ ആ വിലയൊന്നും എന്തില്ല, ഈ സാധനങ്ങൾക്ക് ഇല്ല. നമുക്ക് തന്നെ അറിയാൻ പറ്റും വാട്ട് ഈസ് ഹാപ്പനിങ്. രണ്ടാമത് ഈ പറയുന്ന എന്ത് ഓൺലൈൻ കൺസൾട്ടേഷൻസ്. നിങ്ങൾക്ക് ഏത് ഡോക്ടറെയും ഇരുന്ന് മൊബൈലിൽ കുത്തി എന്ത് ചെയ്യാം, വിളിച്ച് സംസാരിക്കാം. ഈ മാനസികാരോഗ്യത്തിന് പ്രശ്നമുണ്ട്, നമുക്ക് ബുദ്ധിമുട്ടാവും ഹോസ്പിറ്റലിൽ പോയിട്ട് എന്ത് ചെയ്യാൻ, ഡോക്ടറെ കാണാൻ, അല്ലേ? ഓൺലൈനിൽ കിട്ടും. എല്ലാ ഡോക്ടേഴ്സും ഓൺലൈനിൽ എന്താണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. വീട്ടിലിരുന്ന് ടെലിഫോണിൽ എന്ത് ചെയ്യാൻ പറ്റും, സംസാരിക്കാനുള്ള വകുപ്പുണ്ട്. ഈ കടന്നു പോകുന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? നമ്മളറിയാം കടന്നു പോകുന്നതിനെ പറ്റി. സ്ട്രോക്ക് വന്ന് കടന്നു പോവല്ലോ, മാരകമായ അസുഖങ്ങളൊന്ന് കടന്നു പോവല്ലോ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? കിടക്കൂലേ? കിടക്കോ? കിടന്നു പോയാൽ നമ്മളെ കാണാൻ വേണ്ടി വരാനുള്ള 10 പേര് കൂടെ ഉണ്ടോ? ഞാൻ കിടന്നു പോയാൽ എന്നെ കാണാൻ വരുന്ന 10 സുഹൃത്തുക്കൾ എനിക്ക് സ്വന്തമായിട്ടുണ്ട് എന്ന് ധൈര്യത്തിൽ ആർക്കും പറയാൻ പറ്റുമോ? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആ കാര്യം. ഞാൻ കിടന്നു പോയാൽ എന്നെ കാണാൻ വരുന്ന എൻ്റെ സുഹൃത്തുക്കൾ 10 പേര് എനിക്കുണ്ട് എന്ന് തീർത്ത് പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് പോലും എനിക്ക് സംശയമാണ് ഇടക്കിടക്ക്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. കാരണം എന്താണ്, ഒരാള് വന്ന് കണ്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആകുമ്പോൾ നമ്മുടെ അസുഖം മാറാനുള്ള ചാൻസ് എന്താണ്, കൂടുതലാണ്. ഞാൻ വീണ്ടും 1400 വർഷത്തെ ബാക്കിലേക്ക് ഞാൻ പോകുന്നു. രോഗിയെ സന്ദർശിക്കുക എന്നാണ് എന്ത് ചെയ്തത്, പറഞ്ഞത്. ഇതുകൊണ്ടാണ് അത് നൽകുന്ന പോസിറ്റീവ് ഇമ്പാക്റ്റ് വെച്ചിട്ട് വേറൊരു ഹോർമോണിന്റെ എഫക്റ്റ് ആണ്, ഹോർമോണിന്റെ പേര് ഞാൻ മറന്നുപോയി. ആ ഹോർമോണിന്റെ എഫക്ട്സ് കാരണം ദർ ഈസ് എ ചാൻസ് അസുഖങ്ങൾ എന്താവാൻ, കുറെ കൂടി എന്താവാൻ, വേദനകൾ കുറയാൻ ഉള്ള എല്ലാ ഓപ്ഷൻസും എന്തുണ്ട്, അതിൽ ഉണ്ട്. നമ്മൾ മരിച്ച് കിടക്കാന്ന്, സുഖമില്ലാതെ കിടക്കാൻ നേരത്തെ ആരും നമ്മളെ കാണാൻ വരണമെങ്കിലേ നമ്മളൊന്നും ചെയ്യണ്ട, നമ്മളിപ്പോൾ ആരെങ്കിലും കാണാൻ പോയാൽ മതി. ഇപ്പം ആരെങ്കിലുമൊക്കെ കുടുംബത്തിൽ നിന്ന് നമുക്ക് പരിചയമുള്ളവരൊക്കെ സുഖമില്ലാണ്ട് കിടക്കണ്ടാവുമല്ലോ, വെറുതെ ഒന്നും അവരെ കാണാൻ പോയാൽ മതി. നമ്മൾ കിടക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ കാണാൻ പഠിച്ച ആരെങ്കിലും ഒക്കെ എന്ത് ചെയ്തോളും, വിട്ടോളും. നിങ്ങൾ കൂടുതൽ സമയം വീട്ടിൽ ചിലവാക്കുന്നവരാണോ? കൂടുതൽ സമയങ്ങളും വീട്ടിൽ ചിലവാക്കുന്നവരാണോ? അതല്ല ഓഫീസിലുള്ളവരാണോ? വീട്ടിലാണോ? വീട്ടിലാണ്. വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഓഫീസ് ടൈം ഡിഫൈൻ ചെയ്യണം. വീട്ടിലുള്ളവരുടെ കാര്യമാണ് ഓഫീസ് ടൈം. എൻ്റെ ഓഫീസ് ടൈം ഇത്രയാണ്, 8 മണിക്കൂർ എന്തുള്ളൂ എൻ്റെ സമയമുള്ളൂ. ബാക്കിയുള്ള സമയം എനിക്ക് ഉറങ്ങാനുള്ളതും എൻ്റെ കുടുംബത്തോടൊപ്പം ഉള്ളതും എൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്ത് പ്രവർത്തിക്കാൻ സാധിക്കണം. നമുക്ക് എല്ലാവർക്കുമുള്ള എന്ത് വലിയൊരു ഇഷ്യൂ ആണ് എന്ത് ഈ പറയുന്നത്. കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ എന്തില്ല, സമയമില്ല. അതിൻ്റെതായ എഫേർട്ട് ഇട്ടാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തീർക്കാൻ പറ്റുള്ളൂ. നമ്മൾ 8 മണിക്കൂർ ഉറങ്ങാൻ, 8 മണിക്കൂർ ജോലി ചെയ്യാൻ, അതെന്തും ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്. ബാക്കിയുള്ള 8 മണിക്കൂർ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് അറിയാമോ? ഇപ്പോൾ ഫ്രണ്ട്സിനെ കാണണം, ഫാമിലീസിനെ എന്ത് ചെയ്യണം, കുടുംബത്തെ കാണണം. ഒരു എഫും കൂടി ഉണ്ടല്ലോ, ഫ്രണ്ട്സ്, ഫാമിലി, ഫെയ്ത്ത്, വിശ്വാസം. 3 ഈ 4 H ഉണ്ട്. ഒരു H നമ്മുടെ ഹാബിറ്റ്സ്, സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണ്ടേ, ഹെൽത്ത്, ഹോബീസ്. ഇതൊരു H കൂടി ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പോൾ അവസാനത്തെ 8 മണിക്കൂറിൽ നമുക്ക് ചെയ്യേണ്ട എന്തുണ്ട്,
ഒരു ലോഡ് കാര്യമുണ്ട്, ചെയ്യാൻ തികയോ? 8 മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യൂല, ഇതെല്ലാം തികയൂല. അപ്പൊ എന്ത് ചെയ്യുക, ആ 8 30 കൊണ്ട് ഗുണിക്കുക. 8 30 കൊണ്ട് ഗുണിക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? 250 മണിക്കൂർ, 240 മണിക്കൂർ കിട്ടി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? മാറ്റി വെച്ചോ. ഇത്ര സമയം കൂട്ടുകാർക്ക്, ഇത്ര സമയം പ്രാർത്ഥനക്ക്, ഇത്ര സമയം. ഇതെല്ലാം ഉണ്ട് എന്ന് പറയാൻ കാരണം, നിങ്ങൾ രാവിലെ അബൂബക്കർക്ക് നേരത്തെ പറഞ്ഞ പോലെ വിപ്ലവകരമായ മാറ്റമൊന്നും ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട് അല്ലേ? ഒരു ലോഡ് വലിയ വലിയ ബിൽഡിങ്സ് എന്തുണ്ട്? ഇവിടുന്ന് പോകുമ്പോൾ പഴയ PVS മാറി എന്തായി? ലിസിയായി മാറി. റിനായി ഹോസ്പിറ്റൽ ഉണ്ട്. എല്ലാ ഹോസ്പിറ്റൽസ് അവിടെ ഉണ്ട്. പക്ഷെ ഹോസ്പിറ്റലും ജനങ്ങളും തമ്മിലുള്ള എന്ത് പറ്റി? കണക്ഷൻസ് പോയി. കുറച്ചുകൂടി തിരിച്ച് ചിന്തിച്ചേ. ഭയങ്കര പാവപ്പെട്ടവരാന്ന് വിചാരിക്കും നമ്മുടെ കയ്യിൽ എന്തില്ല, നമ്മുടെ BPL കാർഡ്, മറ്റേ വേറൊരു കളറുള്ള കാർഡില്ലേ, ആ കാർഡാണെന്ന് വിചാരിച്ചോ, ഒരു കുഴപ്പമില്ല കേട്ടാ. എല്ലാം ഗവൺമെന്റ് നമുക്ക് എന്ത് ചെയ്ത് തരും? ഫ്രീ ആയിട്ട് വീട്ടിൽ എത്തിച്ചു തരും. അപ്പോ കഷ്ടകാലത്തിന് നമ്മുടെ എന്ത് പറ്റി? പണിയെടുത്തത് കൊണ്ടാവാം, നമുക്ക് കുറച്ച് സമ്പാദ്യം വന്നത് കൊണ്ട് എന്ത് പറ്റി? ഇതൊന്നും നമുക്ക് എന്തില്ല, കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ആയിപ്പോയി. ഹോസ്പിറ്റൽസ് ഹോസ്പിറ്റലൈസും, നമ്മൾ നാട്ടുകാരായിട്ട് മാറി നിൽക്കാതെ ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ, ആ കണക്ഷനാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്ത് ചെയ്തത്? പറഞ്ഞത്. ഈ പറഞ്ഞ ചോദ്യങ്ങൾക്ക് നെയ്ബർഹുഡ് ക്ലിനിക്സ് എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ഏറ്റവും അടുത്ത് വേണ്ടേ? വേറെ ഉണ്ടോ? നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ എത്ര ദിവസം ചിലവുണ്ടെന്ന് അറിയാമോ? ഒരു ഭാര്യയുടെയും ഒരു ഭർത്താവിൻ്റെയും ചിലവ്. രണ്ടുപേര് വേണ്ടേ? ഒറ്റക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുമോ? പറ്റൂല്ലോ. രണ്ടുപേര് മിനിമം വേണം. മിനിമം ഒരു ഡ്രൈവറും കൂടി വേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഏത് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ 3 പേരുടെ ബുദ്ധിമുട്ടുണ്ട്. എല്ലാ അസുഖങ്ങൾക്കും വലിയ ഹോസ്പിറ്റലിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. 80% അസുഖങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ചെറിയ ഹോസ്പിറ്റൽസ് മതി നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാൻ, തീർത്തും മുന്നോട്ട് പോകാൻ. ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ ചെയ്യണം. ഈ ഫുട്ബോൾ കളിക്കാരെന്തിനാ ജിമ്മിൽ പോകണം? എന്തിനാ അവരെന്തിനാ ഫിസിയോതെറാപ്പിക്ക് പോകണം? എന്തിനാ? അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാ. നമുക്ക് ജിമ്മിൽ പോകാൻ മടിയാണെങ്കിൽ ഫിസിയോതെറാപ്പി സെന്റേഴ്സ് ഉണ്ട്. ജീവിതകാലം പോകണമെന്നല്ല, അവിടെ പോയി അവരോട് പറഞ്ഞാൽ അവർ പറഞ്ഞുതരും എൻ്റെ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് എന്തൊക്കെ. അത് സയന്റിഫിക് ആണ്. ജിമ്മിൽ കുറെ പിള്ളേർ വന്നിട്ട് എന്ത് ചെയ്യുവാണ്? അതിൻ്റെതായ സയന്റിഫിക് വഴിയാണ് അവർ ചെയ്യുന്നത്. നമുക്ക് പ്രായമായി എന്ന് അവർക്ക് അറിയാം. സാറേ എനിക്ക് എന്ത് വേണം? എൻ്റെ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് എനിക്ക് അറിയണം, ഒന്ന് പറഞ്ഞു തരാമോ? എങ്ങനെയാണ് ചെയ്യേണ്ടത്? സെഷൻസ് പറഞ്ഞാൽ ചെയ്ത് തരുന്ന മെക്കാനിസംസ് നമ്മുടെ നാട്ടിൽ എന്തുണ്ട്? എല്ലാ ഹോസ്പിറ്റൽസിലും ഉണ്ട്. മസിൽ സ്ട്രെങ്തനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ എന്ത് പറ്റും? മുട്ട് വേദന തുടങ്ങും. മുട്ടുവേദന തുടങ്ങിയാൽ എന്ത് പറ്റും? നമുക്ക് പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പോകാൻ പറ്റില്ല. വേറെ സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തായി? വീടിൻ്റെ അകത്തായി. നമുക്ക് പുറം ലോകമായിട്ടുള്ള എന്തായി? ബന്ധം പതിയെ എന്ത് ചെയ്യും? ഇല്ലാതാകും. ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താവും? മാനസികമായ ബുദ്ധിമുട്ടിലേക്ക് പോകും. എങ്ങനെ തിരിച്ചു വരാൻ പറ്റും? പുസ്തകങ്ങളെ സ്നേഹിച്ചു തുടങ്ങുക. നമുക്ക് പ്രായമായി കാണാൻ പറ്റുമോ? കാണാൻ പറ്റൂല്ലോ. പുസ്തകം വായിക്കാൻ പറ്റുമോ? പുസ്തകങ്ങൾ വായിച്ചിരുന്ന എന്തുണ്ട്? ഒരു ലോഡ് ഓൺലൈൻ ആപ്സ് ഉണ്ട്. കാണണ്ട. നിങ്ങൾ യൂട്യൂബ് കേട്ടോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ വാർത്ത കേട്ടോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ആ കാണുന്നത് എന്ത് ചെയ്യുക? കുറയ്ക്കുക. കാരണം ഭയങ്കര ലൈറ്റാ. നമ്മൾ അടുത്ത് വെച്ചാണ് എന്ത് ചെയ്യുന്നത്? നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ പണ്ട് TV ഇങ്ങനെ പോയിരുന്ന് കാണുമായിരുന്നാ? ഇല്ലല്ലോ. പക്ഷെ നമ്മൾ ഇങ്ങനെ വെച്ചാൽ ഇപ്പൊ എന്ത് ചെയ്യുന്നേ? ഇത് കാണുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു? അത് നിങ്ങൾ കേട്ടോ, ഒരു കുഴപ്പമില്ല. പാത്തുമ്മാട് ആട് മുതൽ രണ്ടാം ഊഴം മുതൽ എല്ലാം എന്തുണ്ട്? ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. ഓണാക്കിയിട്ടാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. കൂടാതെ എഴുതാനും കൂടി എന്ത് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഇതൊക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കുവാണ്. എഴുത്തു കുറഞ്ഞു, വായന കുറഞ്ഞു. ഇതെല്ലാം നമ്മളിൽ നിന്ന് എന്ത് ചെയ്യുവാണ്? അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുവാണ്. പക്ഷെ ഇതെല്ലാം നമ്മുടെ സ്കില്ലുകളാണ്. സോഫ്റ്റ് സ്കിൽ എന്ന് പറയും. ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സ്കിൽസ് ആണ്. ഇതൊന്നും നിങ്ങൾ എഴുതാൻ വേണ്ടി എഴുതണ്ട. നമുക്ക് മരിക്കുന്നത് വരെ നല്ല ഓർമ്മയോടെ ഇരിക്കാൻ വേണ്ടിയും ആരോഗ്യത്തോടെ ചുറുചുറുക്കോടെ ഇരിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? എഴുത്. നിങ്ങൾ വായിക്ക്.
അപ്പോൾ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. നമ്മൾ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെ ഇമ്പോർട്ടൻസ്. ആ നീയത്ത് എന്ത് ചെയ്യുക, പ്രോപ്പർ ആക്കുക. യെസ്, ഐ നീഡ് ടു മരിക്കുന്നത് വരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സ്വബോധത്തോടെ കൃത്യമായി എന്ത് ചെയ്യണം, അതിന് ബ്രെയിനിനെ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കണം. വെറുതെ ഇരുന്നാൽ എന്ത് പറ്റും, പതിയെ എന്തായിപ്പോ ചെറുതായിപ്പോ. പ്രിവെന്റീവ് കെയർ, ഹെൽത്ത് ചെക്കപ്സ് എവിടെ വേണമെങ്കിലും എടുക്കാം, എവിടെ വേണമെങ്കിലും പോയി ചെയ്യാം. നമുക്ക് പൊതുവെ സംഭവിക്കുന്ന ആണുങ്ങൾക്ക് ഉണ്ടാകുന്ന മെയിൻ ക്യാൻസറുകളിലൊന്നും എന്താണ്, കൊളോണിക് ക്യാൻസർ എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മുടെ ആമാശയത്തിൻ്റെ താഴെ വരുന്ന ക്യാൻസറുകളാണ്, നമ്മുടെ ഈ ഭക്ഷണ രീതികൾ കൊണ്ട് വരുന്നതാണ്. കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും. എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്. കുഴലിറക്കി നോക്കുന്ന പരിപാടിയാണ്. കുഴലിറക്കി നോക്കി എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും എന്തുണ്ടോ എന്നുള്ള കാര്യം, തടിപ്പോ ബുദ്ധിമുട്ടോ ഉണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. മിക്ക അസുഖങ്ങളും പുറത്തേക്ക് വരുമ്പോഴത്തേക്കും 80% എന്തിട്ടുണ്ടാവും, ഒരു ഡാമേജ് ആയിട്ടുണ്ടാവും. ഇപ്പൊ ഒരു കിഡ്നി പോയി മറ്റേ കിഡ്നിയുടെ പകുതി പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യുള്ളൂ, ആ ബ്ലഡ് റിപ്പോർട്ടിൽ ചേഞ്ച് വരുള്ളൂ. നമ്മൾ ആകെ നോക്കുന്നത് എന്താണ്, ക്രിയാറ്റിൻ ആയിരിക്കും എല്ലാവരും നോക്കുന്നത്. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും, നോക്കുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷേ ഒരു അൾട്രാസൗണ്ട് അബ്ഡോമൻ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ അറിയാം. ഇതൊക്കെ ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. ഈ നാട്ടിലുള്ള നിങ്ങൾ ഈ കാണുന്ന ഏത് ലാബിൽ പോയി ചോദിച്ചാലും എന്തുണ്ടാവും, ഇതുണ്ട്, ഉറപ്പാണ്. ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. ഏത് പെട്ടിക്കട പോലത്തെ ക്ലിനിക്കിൽ പോയി ചോദിച്ചാലും എന്ത് ചെയ്യും, അവരെന്ത് പറയും, നോക്കിയിട്ട് കാര്യം പറഞ്ഞു. കാരണം അത്രമാത്രം എന്തായി, കോമൺ ആയി. മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് പരസ്പരം കൊടുക്കാൻ പറ്റുള്ളൂ. ചിരിക്കുന്ന എല്ലാവരും ഹാപ്പി അല്ല, പിന്നെ എൻ്റെ ഹാപ്പിനെസ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ എത്ര വിചാരിച്ചാലും ചിരിപ്പിക്കാൻ പറ്റുമോ, പറ്റൂല്ലോ. ഞാൻ കൂടി വിചാരിക്കണ്ടേ. അതാണ് ഞാൻ പറഞ്ഞ രാവിലത്തെ 1 മണിക്കൂറും അവസാനത്തെ 1 മണിക്കൂറും എന്ത് ചെയ്യുക, നമുക്ക് വേണ്ടി മാത്രം ചെലവാക്കുക. ഒരു ദിവസത്തിന് 2 മണിക്കൂർ ഭർത്താവിന് വേണ്ടിയല്ല കേട്ടാ, ഭാര്യയ്ക്കും വേണ്ടിയല്ല, സ്വയം വേണ്ടി എന്ത് ചെയ്യുക, ചെലവാക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഈ പറയുന്ന ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ എന്താവും, ആകും. ബാക്കി ഇതൊന്നുമില്ല. മെഡിസിൻ, ഹോം ഡെലിവറി, മരുന്നൊക്കെ ഇപ്പൊ എല്ലാവരും എന്ത് ചെയ്യും, ഒരു സ്ട്രിപ്പ് ചോദിച്ചാൽ അവരെ എന്ത് ചെയ്യും, എത്തിച്ചേരും കേട്ടാ. എവിടെ നിന്നാണെങ്കിലും എന്ത് ചെയ്യും, ഏത് ഹോസ്പിറ്റലിൽ വിളിച്ചു പറഞ്ഞാലും അവരെന്ത് പറയും, അവിടെ ഇല്ലെങ്കിൽ അടുത്തന്ന് എന്ത് ചെയ്യും. അത് കച്ചവടത്തിന്റെ ഭാഗമാണ്. അവരെ സംബന്ധിച്ച് കസ്റ്റമർ ബാധിക്കുക എന്നുള്ളത് ഭയങ്കര എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എത്തിച്ചു തരും, ആംബുലൻസ് ഉൾപ്പെടെ. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം അനുസരിച്ച് ഡയാലിസിസുകൾ വീട്ടിലൊന്നും ചെയ്യാൻ പറ്റും. പ്രോസ്റ്റേറ്റ് സർജറീസ് ഓപ്പറേഷൻ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. ലാപ്രോസ്കോപ്പി മാറി റോബോട്ടിക്കായി. ഓപ്പറേഷൻ ഇന്ന് പോയാൽ നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ എന്ത് ചെയ്യാം, വീട്ടിൽ പോയി സ്വന്തം കാര്യമായിട്ട് മുന്നോട്ട് പോകാം. നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് പൊതുവായിട്ടുള്ള ഒരു സമൂഹത്തിനുള്ള എന്താണ്, ഒരു ക്ലാസ് ആണ് ഇത്. ഇനി ഓരോ ഡിസീസും കണ്ണുമായി ബന്ധപ്പെട്ട് മാത്രം എന്തുണ്ട്, ഒരു ക്ലാസ് എടുക്കാനുണ്ട്. നമ്മുടെ വായിൻ്റെ ആരോഗ്യം, നമ്മൾ പല്ല് തേക്കണം എന്ന് പറയൂലേ, എന്തുകൊണ്ടാ, ഇപ്പൊ കുഴപ്പമുണ്ടോ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല പല്ല് വെച്ചില്ലെങ്കിൽ. നമുക്കൊരു അസുഖം വന്ന് കിടന്നു കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഏറ്റവും വലിയ കീടാണു വായിലുള്ള കീടാണുവാ, അതൊന്ന് തിരിച്ചു കൊടുത്തു തുടങ്ങും. ഓൾ അബൌട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറയും. ഉണ്ടാക്കാൻ പറ്റുമോ, മരുന്ന് വെച്ച് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടാ. അത് ബോഡിയുടെ തന്നെ എന്താണ്, റെസിസ്റ്റൻസ് പവറാണ്. എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ഒരു കുഴി ചാടിക്കടന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വലിയ കുഴി ചാടിക്കടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ചെറുപ്പത്തിലെ കുട്ടികൾക്ക് പനിയും ചുമയും വരുമ്പോൾ നമ്മളാരും എന്ത് ചെയ്യാത്തത്, മൈൻഡ് ചെയ്യാത്തത്. ആ ഒരു വൈറൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളും വന്ന് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യുള്ളൂ, ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മെഡിസിൻസ് എന്തുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്കതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യില്ല, അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യില്ല. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദ്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാം, എനിക്കറിയാവുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ഉത്തരങ്ങൾ നൽകാം. ഹൃദയം ഞാൻ പറഞ്ഞു, ഹാർട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും എന്തുണ്ട് നമ്മുടെ നാട്ടിലിപ്പോൾ അവൈലബിൾ ആണ്.